ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന സ്വർഗം അനുഗ്രഹിച്ച ശുശ്രൂഷയിലൂടെ ഈ ദിവസം നമ്മൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ടവരെ, ആദിമസഭയിൽ സംഭവിച്ച വലിയ അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തി കടന്നു വന്ന് കുടുംബങ്ങളെ, സഭാ കൂട്ടായ്മകളെ അനുഗ്രഹിക്കുന്നതും വിഭാഗീയതകളെ, തിന്മയുടെ സ്വാധീനങ്ങൾ കർത്താവിൻ്റെ വലിയ ശക്തിയാൽ മാറിപ്പോകുന്നതും ദൈവത്തിൻ്റെ വലിയ മഹത്വം ദൈവജനത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് അവരുടെ ജീവിതങ്ങൾ പ്രകാശിക്കുന്നത് നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈ രാവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഇന്ന് നമ്മൾ പ്രത്യേകമായി നമ്മുടെ ധ്യാന വിഷയമായി കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഭിന്നിപ്പും അനൈക്യവും സൃഷ്ടിക്കുന്ന ആത്മാക്കൾ കർത്താവിൻ്റെ നാമത്തിൽ സഭയിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് വിട്ടുമാറണം. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ ശക്തിയാൽ, കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ പ്രിയപ്പെട്ടവരെ എല്ലാ തിന്മയും മാറാൻ നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിലെ ലൂസിക്ക് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശത്തിൽ അമ്മ ഇങ്ങനെയാണ് ലൂസിയെ ഓർമ്മിപ്പിക്കുന്നത്. ലോകം മുഴുവനും വേണ്ടി നൽകിയ സന്ദേശത്തിൽ അമ്മ മാതാവ് പ്രത്യേകം പറയുകയാണ്, പ്രാർത്ഥിക്കുക, വളരെയധികമായി പ്രാർത്ഥിക്കുക, പാപികൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. കാരണം ആരും പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിൻ്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അതിശക്തമായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിശുദ്ധ അമ്മ ആവർത്തിച്ച് അവളുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും ലോകത്തെ ഓർമ്മിപ്പിക്കുമ്പം, സഭയെ ഓർമ്മിപ്പിക്കുമ്പം, ദൈവമക്കളെ ഓർമ്മിപ്പിക്കുമ്പം പ്രിയപ്പെട്ടവരെ, ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കാനുള്ള വലിയ കടമ നമ്മളെ വിശുദ്ധരെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പാതിരപ്പി എങ്ങനെയാണ് പറയുന്നത്? ഇന്നത്തെ സമൂഹം പ്രാർത്ഥിക്കുന്നില്ല, അതിനാലാണ് അതിൽ പിളർപ്പുകൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ സമൂഹം പ്രാർത്ഥിക്കുന്നില്ല, അതിനാലാണ് അതിൽ പിളർപ്പുകൾ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാൽ പരിഹാരം കിട്ടും. ഇന്ന് കുടുംബത്തിൽ, ഇന്ന് സഭയിൽ, ഇന്ന് സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പലവിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. വിഭാഗീയതയുടെ, പലവിധത്തിലുള്ള ഭിന്നതയുടെ, പലവിധത്തിലുള്ള കലഹത്തിൻ്റെ, സമാധാനം ഇല്ലാത്ത അവസ്ഥകളുടെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക, പ്രാർത്ഥിച്ചാൽ പരിഹാരമുണ്ട്, പ്രാർത്ഥിച്ചാൽ സമാധാനമുണ്ട്, പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ അഭിഷേകം കുടുംബത്തിൽ, സമൂഹത്തിൽ വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഫാത്തിമയില് മാലാഖ കുട്ടികളോട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. ഈശോയുടെയും മറിയത്തിന്റെ ഹൃദയങ്ങളിൽ നിങ്ങൾക്കായി കാരുണ്യത്തിന്റെ പദ്ധതികളുണ്ട്. അത്യുന്നതനായവന് നിരന്തരം പ്രാർത്ഥനകളും കാഴ്ചകളും സമർപ്പിക്കുക. അവിടത്തേക്കെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സകല പരിഹാര പ്രവൃത്തികളും കാഴ്ചയായി അർപ്പിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നീ സമയം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവേ, പ്രാർത്ഥിക്കാൻ താല്പര്യം നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വീര്യം തരണമേ. കർത്താവേ, ഹൃദയം നുറുങ്ങി, കർത്താവേ, ഞങ്ങളുടെ സഭയിൽ, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ വലിയ ഐക്യം, വലിയ കൃപയുടെ കൂട്ടായ്മ അനുഭവിക്കുവാൻ, അതിലൂടെ കർത്താവേ പരസ്പരം സ്നേഹത്തിൽ യേശുക്രിസ്തുവിൽ ഒന്നാകാൻ കർത്താവേ അഭിഷേകം വർഷിക്കണമേ. റൂഹായേ വരണമേ. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ, സാന്നിധ്യം ഇറങ്ങട്ടെ. കുർബാനയുടെ ശക്തിയാൽ, കർത്താവിന്റെ തിരുവല്ലയുടെ യോഗ്യതകളാൽ കർത്താവേ എല്ലാ വിഭാഗീയതകളും വിട്ടുമാറണം, തിന്മയുടെ അരൂപികൾ വിട്ടുമാറണം. കർത്താവിന്റെ കൃപ വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ. ഈശോ, ഉണർവോടെ, ശക്തിയോടെ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു
വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഉണർവോടെ ശക്തിയോടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ വലിയ സമാധാനം നിറയാൻ ഉണർവോടെ ശക്തിയോടെ നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളിൽ നിറയട്ടെ, സമാധാനം വ്യാപിക്കട്ടെ, കർത്താവിന്റെ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ. ഈശോ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഈശോ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഈശോയേ എടാ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമാധാനത്തോടെ പ്രാർത്ഥിക്കാം, കൃപ തരണമേ ഈശോയെ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം, യേശുവിൻ ബലിയുടെ അഭിഷേകം, കുർബാനയുടെ അഭിഷേകം, യേശുവിൻ ബലിയുടെ അഭിഷേകം, പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിലെന്നും നൽകണമേ. പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിലെന്നും നൽകണമേ. ദൈവത്തിനാത്മാവേ, മക്കൾ അനുഗ്രഹം പ്രാപിക്കണം. അനുഗ്രഹം പ്രാപിക്കണം. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. നടന്നിടുവാൻ ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, കുരിശിന്റെ പാതേ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും നൽകണമേ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും നൽകണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വയരാധന ആരാധന 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 സ്വയരാധന ആരാധന 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ വിളിക്കുമ്പം ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ഈശോയെ വീണ്ടും വീണ്ടും വിളിക്കാൻ നമ്മളെപ്പോഴും പ്രേരിപ്പിക്കുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട അനേക അനുഭവങ്ങൾ നമുക്കറിയാം. പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ മാറിപ്പോയ അനർത്ഥങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇല്ലായിരുന്നു എന്തുമാത്രം അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹങ്ങളിൽ. പ്രിയപ്പെട്ടവർ ഒന്നിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം കർത്താവ് ഇറങ്ങി വന്നു. നമ്മൾ ഭയപ്പെട്ട അപകടങ്ങൾ മാറിപ്പോയി. പ്രിയപ്പെട്ടവർ, ഇന്നും നമ്മൾ ഒരുമിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ, പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ തീരുന്ന കുറവുകളെ എനിക്കും നിങ്ങൾക്കും ഉള്ളൂ, നമ്മുടെ കുടുംബങ്ങൾക്കുള്ളൂ, സമൂഹങ്ങൾക്കുള്ളൂ, സഭയ്ക്കുള്ളൂ. കാരണം കർത്താവ് സർവശക്തനാണ്. തൻ്റെ മക്കൾ വിളിച്ചപേക്ഷിച്ചാൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണ്, കൂട്ടായ്മയുടെ അനുഗ്രഹം നൽകുന്നവനാണ്. പ്രിയപ്പെട്ടവരെ,
കർത്താവ് നമുക്ക് തരുന്ന ആത്മീയ അനുഗ്രഹമാണ്. ടച്ച് ദ വേൾഡ് ത്രൂ പ്രേയർ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. പ്രാർത്ഥനയിലൂടെ അല്ലാതെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ മറ്റൊരു വാതിലില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ ദൈവം നമുക്ക് മക്കൾക്ക് അവകാശം തന്നിരിക്കുമ്പോൾ മക്കൾ വിളിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ച് ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കട്ടെ, നമ്മുടെ സമൂഹങ്ങളെ സമർപ്പിക്കട്ടെ, സഭാ കൂട്ടായ്മകളെ സമർപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മളെ ഭാരപ്പെടുത്തുന്ന അനേകം വിഭജനങ്ങൾ, മാത്സര്യങ്ങൾ, സ്വാർത്ഥത, സ്നേഹിക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകൾ നമുക്കിടയിലുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, യഥാർത്ഥ ശത്രു പിശാചാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവർ, ആ സത്യം അറിഞ്ഞാൽ നമ്മൾ പരസ്പരം കലഹത്തിന് പോവുകയില്ല. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സ്വാധീനത്തെ തിരിച്ചറിഞ്ഞ് അവനെതിരെ പടപൊരുതുവാൻ നമ്മൾ കർത്താവിന്റെ സർവ്വ ആയുധങ്ങൾ കൊണ്ട് നമ്മളെ തന്നെ സജ്ജരാക്കും. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഈ സമയം നമ്മൾ തിരിച്ചറിയേണ്ട ആത്മീയ യാഥാർത്ഥ്യം, നമ്മളെ പരസ്പരം ഭിന്നിപ്പിച്ച് ജീവിക്കാൻ പറ്റാത്തതുപോലെ നമ്മളിൽ മഹാഭാരവും ഭയവും സങ്കടവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന തിന്മ വിട്ടുമാറാൻ നമ്മൾ ആഗ്രഹിക്കണം. ഈ രാവിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ കർത്താവിന്റെ നാമത്തെ വിളിക്കുമ്പോൾ തിന്മയുടെ കോട്ടകൾ തകരും, ഭിന്നതകളുടെ സ്വാധീനങ്ങൾ മാറും, സ്വാർത്ഥതയുടെ ചങ്ങലക്കെട്ടുകളിൽ മക്കൾ മോചനം പ്രാപിക്കും. സ്നേഹിക്കാൻ, കൂട്ടായ്മയിലേക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവിന്റെ വചനം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട, ഈശോയുടെ ഹൃദയമാണിത്. ഈശോ പറയാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ രാവിലെ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ, സഭയിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം സമാധാനം സ്ഥാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവരിലേക്ക് ദൈവപുത്രിയുടെ അഭിഷേകം കർത്താവ് നൽകും. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു സമാധാനം നിറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്ന എല്ലാ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും കർത്താവ് വിലമതിക്കും. ഈ സമയം പ്രിയപ്പെട്ട നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അല്ല അനുഭവിക്കേണ്ട യഥാർത്ഥ സന്തോഷം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ കൂട്ടായ്മ അല്ല യഥാർത്ഥ കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, അതിന് മുകളിൽ നിൽക്കാനുള്ള ഒരു അനുഗ്രഹം കർത്താവ് നമുക്ക് തരും. അത്രമാത്രം മഹത്വമുണ്ട് ഈശോയുടെ സ്നേഹത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ചിതറിക്കുന്ന സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന, മനസ്സിലാക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഭിന്നിപ്പിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറാൻ ഒരു നിമിഷം ദൈവമക്കൾ ഈ സമയം ലോകത്തിന്റെ പല ദിക്കുകളിലിരുന്ന് ഷെക്കൈന കുടുംബത്തിൽ കൂട്ടായ്മയോട് ചേർന്ന് ലോകത്തിന്റെ പല ദിക്കുകളിൽ ടിവിയിലൂടെ, യൂട്യൂബിലൂടെ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട മക്കൾ ഒരുമിച്ച് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ ഈ സമയം വ്യാപിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, വിഭജനത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിയാൻ ഈശോയുടെ സാന്നിധ്യം നിറയും. പ്രിയപ്പെട്ടവരെ, ഒന്നിച്ച് വിളിക്കട്ടെ, ആഗ്രഹിക്കട്ടെ, ഈശോ എന്ന് വിളിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ തിന്മയുടെ കോട്ട തകരും, ബന്ധനങ്ങൾ അഴിയട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോ ദൈവ സാന്നിധ്യം, ദൈവശക്തി, ദൈവകൃപ, ഈശോ ആരാധിക്കുക. നാമത്തിൽ ഞങ്ങളെ സമർപ്പിക്കും. തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോ സഭയെ, കൂട്ടായ്മകളെ, കുടുംബങ്ങളെ, മിനിസ്ട്രികളെ ഇല്ലാതാക്കിയിരിക്കുന്നു എല്ലാ ഭിന്നതയുടെ ദുരാത്മാക്കളെ നാമത്തിൽ മാറിപ്പോകാൻ കൂട്ടായ്മയിൽ സഭയോട് ചേർന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിന്റെ അവകാശം തിന്മ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ഈശോയെ, ഞങ്ങളോട് സംസാരിക്കണമേ, മഹത്വം ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ നമ്മളെ എത്ര അധികമായി സ്നേഹിക്കുന്നു. അവൻ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് സ്വർഗവുമായിട്ട് അനുരഞ്ജനം നഷ്ടപ്പെട്ട, സ്വർഗവുമായി
ബന്ധം നഷ്ടപ്പെട്ട മാനവരാശിയെ സ്വർഗത്തോട് അനുരഞ്ജനപ്പെടുത്തുവാൻ ദൈവം മനുഷ്യനായി, ദൈവം ശൂന്യതയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ പാപമല്ലാത്തവൻ നിഷ്കളങ്കമായ അവിടുത്തെ ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞ് സ്വർഗവുമായി നമ്മളെ ഒരുമിപ്പിച്ചത്. ആ കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, ആഗ്രഹം, പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ടവർ നിരന്തരം ഒന്നായിരിക്കണം എന്നുള്ളതാണ്. ഈശോയുടെ ആഗ്രഹമാണത്, ഈശോയുടെ കൊതിയാണത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനത്തോടെ കൂട്ടായ്മയോടെ ഇരിക്കുമ്പം ഈശോ അധികം സന്തോഷിക്കുന്നു. സഭാ കുടുംബങ്ങളിൽ, സഭാ കൂട്ടായ്മകളിൽ നമ്മൾ സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ മധുരം പങ്കുവെക്കുമ്പം ഈശോയുടെ ഹൃദയം അല്ലാതെ ആശ്വസിപ്പിക്കപ്പെടുന്നു. കർത്താവിനെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗമായിട്ട് മാറേണ്ട കാര്യമാണ്. ഈശോയെ ആശ്വസിപ്പിച്ച മനുഷ്യർ, പ്രിയപ്പെട്ടവരെ, നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കൂട്ടായ്മ നിരന്തരം ഒരുക്കി. കൂട്ടായ്മകളിൽ സങ്കടങ്ങൾ വന്നപ്പം അവരുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ അവർ നിരന്തരം കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഒരു വീട്ടിൽ വലിയ തകർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പം, വലിയ ഭിന്നത ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പം പരിശുദ്ധ അമ്മ അവിടെ ചെന്ന് ഈശോയോട് പറയാണ്, ഈശോ, അവർക്ക് വീഞ്ഞില്ല, നീ ഇടപെട്ടില്ലെങ്കിൽ വലിയ തകർച്ച വീട്ടിലുണ്ടാകും, വലിയ ഭിന്നത ഉണ്ടാകും, മരണം പോലും സംഭവിക്കാം. ഈശോയെ, നീ ഇടപെടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാവിൽ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പം നമ്മൾ ഓർമ്മിക്കണം, എവിടെയെല്ലാം ഭിന്നതകൾ ഉണ്ടാകാവോ അവിടേക്ക് ആ സാധ്യതകളെ മനസ്സിലാക്കി മുൻപേ ഈശോയെ ക്ഷണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കുടുംബത്തിലുള്ളൂ, സഭയിലുള്ളൂ. പ്രിയപ്പെട്ടവരെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയ അനേകരെ മുട്ടുകുത്താൻ മറന്നുപോയതാണ് സഭയുടെ കൂട്ടായ്മകളിൽ വിള്ളല്, പിശാച് വിരിക്കാൻ കാരണമായ സത്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ മഹത്വത്തെ നിരന്തരം ഉദ്ഘോഷിക്കേണ്ട മനുഷ്യര് കർത്താവിന് പകരം തങ്ങളെ തന്നെ സ്ഥാപിക്കാൻ വല്ലാതെ ശ്രദ്ധിച്ചതാണ്, ആഗ്രഹിച്ചതാണ് സഭയുടെ എല്ലാ വിഭജനത്തിൻ്റെയും പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയം വായിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രിയപ്പെട്ട ഈ വചനം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21 മുതൽ 23 വരെ ആ വചനത്തിൽ കർത്താവ് തൻ്റെ സ്വപ്നം മക്കളായ നമ്മളോട് പ്രത്യേകമായിട്ട് ഓർക്കാൻ വേണ്ടി വിളിച്ച് പറയുന്നുണ്ട്, വിളിച്ച് കരയുന്നുണ്ട്. പിതാവിൻ്റെ സന്നിധിയിലുള്ള ഈശോയുടെ ഏറ്റവും വിലപ്പെട്ട പ്രാർത്ഥനയാണത്. എല്ലാ കാലഘട്ടത്തിലെ ശിഷ്യന്മാർ ഒന്നായിരിക്കാൻ വേണ്ടിയുള്ള അവിടുത്തെ അതിയായ ആഗ്രഹം ഈശോ ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊന്നിച്ച് ആ വചനം ആത്മാവിൽ സ്വീകരിക്കാം. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു വന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ സഭയുടെ വിശുദ്ധ ചരിത്രം പരിശോധിക്കുമ്പം സഭയുടെ യാത്രാ ഇടങ്ങളിൽ സഭ ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു ദുഃഖം, അതിൻ്റെ ചരിത്രത്തിൻ്റെ നിർണായക സമയങ്ങളിൽ കർത്താവിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് അനേകം വിഭജനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സഭയിൽ സംഭവിച്ചു. അത് കർത്താവിൻ്റെ ഏറ്റവും വലിയ വേദനയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, സ്നേഹത്തിൽ ഞങ്ങളെ അങ്ങോട്ട് ഒന്നാക്കണമേ. വിശുദ്ധമായി യാത്ര പൂർത്തീകരിക്കേണ്ട കർത്താവിൻ്റെ ശരീരമായ സഭ വിഭജിക്കപ്പെടാൻ പാടില്ലെന്നുള്ള ആഗ്രഹം ഈശോയുടെ ചങ്കിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയോട് പങ്കുചേരാനാണ് ശരീരമായ എല്ലാ അംഗങ്ങൾക്കുമുള്ള ചുമതല എന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ, സഭാ കുടുംബം എല്ലാവരും അവരെവിടെ ആയാലും അവരൊന്നായിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കണം. കാരണം അത് ഈശോയുടെ മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൂട്ടായ്മയായി കൂടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സമയം ആത്മാവേ, പരിശുദ്ധാത്മാവേ, സഭയെ ഒന്നാക്കുന്ന ആത്മാവേ, കൂട്ടായ്മ വിരിയിക്കുന്ന ആത്മാവേ, നിരന്തരം പലവിധത്തിൽ വേർപെട്ടു പോകാൻ സാധ്യതയുള്ള സഭാ കുടുംബത്തെ ആത്മാവിൻ്റെ ചൈതന്യം തന്ന ഓരോ സമയത്തും വീണ്ടും ഒന്നിപ്പിച്ച പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ സഭ ലോകത്തിന് നൽകേണ്ട ഏറ്റവും വലിയ
സാക്ഷ്യമായ കൂട്ടായ്മയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോയ എല്ലാ ഇടങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെട്ട് സൗമ്യതയോടെ, സ്നേഹത്തോടെ, കരുണയോടെ നിരന്തരം എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഇടപെടുവാൻ സഭാ കുടുംബത്തിലെ ഓരോ അംഗത്തിലേക്കും ഒരു അഭിഷേകം വർഷിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ വിഭജനത്തിൻ്റെ, അനൈക്യത്തിൻ്റെ ആത്മാവ് വിതയ്ക്കുന്ന അപകടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി അതിനെ മറികടക്കാൻ കർത്താവ് ഈ വിഷയത്തിൽ എന്താണ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. കർത്താവിനെ മുൻനിർത്തി ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഐക്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, പ്രയാസത്തിലും വേദനയിലും തങ്ങളെ തന്നെ സമർപ്പിക്കും. കാരണം ഈശോ അത് ആഗ്രഹിക്കുന്നു. ഈശോ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായം 23-24 വചനം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അർപ്പിക്കുന്ന ബലികൾ, ഉയർത്തുന്ന പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ വിലയുള്ളതായിട്ട് മാറണമെങ്കിൽ എൻ്റെ ജീവിതം അനുരഞ്ജനത്തിൻ്റെതാകണം, കൂട്ടായ്മയുടേതാകണം, ക്ഷമയുടേതാകണം, സ്നേഹത്തിൻ്റെതാകണം. പ്രിയപ്പെട്ട ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വിഭജനത്തിൻ്റെ, മാത്സര്യത്തിൻ്റെ, വെറുപ്പിൻ്റെ സ്വാധീനം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് ബലം കിട്ടുക എന്നുള്ള യാഥാർത്ഥ്യം ഈശോ ഓർമ്മിപ്പിക്കുമ്പം, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ തീർച്ചയായും ലോകത്തിൽ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. വേദനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് കുടുംബത്തിൽ, പ്രിയപ്പെട്ടവരുടെ ഇടങ്ങളിൽ നിന്ന് നിരന്തരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ തൊട്ട് വീണ്ടും ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ, കർത്താവിന്റെ കൃപ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ വലിയ അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ആദിമ അപ്പസ്തോല സഭ സത്യത്തിൽ അതിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രാപിച്ചതിൻ്റെ കാരണങ്ങൾ നമ്മൾ വചനത്തിൽ മനോഹരമായിട്ട് വായിക്കുന്നുണ്ട്. 1-2 വചനങ്ങൾ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കുവാൻ നമുക്ക് ഈ സമയം പരിശ്രമിക്കാം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-2 വചനങ്ങൾ. കൂട്ടായ്മയിലാണ് ദൈവസാന്നിധ്യം, പരിശുദ്ധാത്മാഭിഷേകം നിറയുന്നതെന്ന് വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ അപ്പസ്തോലന്മാർ, ശിഷ്യ സമൂഹം ഒരുമിച്ച് കൂടിയിരുന്ന ആ ഒരു ഭവനത്തിലേക്കാണ് പരിശുദ്ധാത്മാ അഭിഷേകം കടന്നു വന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനം 1:14. ഈ ഒരു ഒരുക്കത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ അവരെന്താണ് ചെയ്തത്? ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച സമൂഹത്തിലാണ് ആത്മാവിൻ്റെ നിറവ് സംഭവിച്ചത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്ത അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം സഭാകുടുംബം എങ്ങനെയാണ് മുമ്പോട്ട് പോയത്? അപ്പസ്തോല പ്രവർത്തനം 2:14 നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുക, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരുമിച്ച് കൂട്ടായ്മയിൽ അവർ എഴുന്നേറ്റപ്പം സഭാകുടുംബം, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിവർന്ന് നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ പ്രവേശിച്ചത് എന്നുള്ള, ലോകത്തിൽ ഇടപെട്ടത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും അപ്പസ്തോല ആദിമ സഭയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32 വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്തായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇതിന് വിപരീതം സംഭവിച്ച എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ മഹത്വത്തിനും ഹിതത്തിനും എതിരാണ്. വ്യക്തമായ ബോധ്യം നമുക്ക് വേണം. എവിടെയെല്ലാം വിഭാഗ്യത, എവിടെയെല്ലാം ഭിന്നത, എവിടെയെല്ലാം കക്ഷി മാത്സര്യങ്ങൾ, എവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ ഭിന്നിപ്പുകൾ ഉണ്ടോ, അവിടെയെല്ലാം തിന്മ ഉണ്ട്.
പിശാചുണ്ട്. ആ സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ. ഈ സത്യം കുടുംബത്തിൽ നമ്മൾ തിരിച്ചറിയണം, സമൂഹത്തിൽ നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധ സഭയിൽ നമ്മൾ തിരിച്ചറിയണം. എവിടെയെല്ലാം ഭിന്നിപ്പുണ്ടോ അവിടെ പിശാചുണ്ട്, പിശാചുണ്ട്. അതുകൊണ്ടാണ് യൂദാസ് സ്ലീഹ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നീണ്ട വാക്യങ്ങളോ വചനങ്ങളോ എഴുതിയിട്ടില്ല. പക്ഷെ ഏതാനും ചില വാക്കുകൾ കൊണ്ട് തനിക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച യൂദാസ് സ്ലീഹയുടെ ലേഖനം 19-ാമത്തെ വാക്യം എവിടെ നിന്നാണ് തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 1:19 യൂദാസ് സ്ലീഹ എഴുതിയ ലേഖനം 19-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം ഭിന്നിപ്പുണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഞാൻ ഓർക്കണം, ഞാനാണ് ഭിന്നിപ്പിൻ്റെ കാരണമെങ്കിൽ എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചോർന്നതാണ് ഭിന്നിപ്പിന് കാരണമായ കാര്യമായി ഞാൻ മാറിയതിൻ്റെ പിന്നിലുള്ള കാരണം. പ്രിയപ്പെട്ട, ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഭിന്നിപ്പിന് കാരണമാകുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പം ഞാൻ നിങ്ങൾ ഒരുപോലെ അനുതാപത്തോടെ മനസ്സിലാക്കണം, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കാഞ്ഞതാണല്ലോ ആ നിമിഷങ്ങളിൽ അനുരഞ്ജനത്തിലെ കണ്ണിയായിട്ട് മാറാൻ, അനുരഞ്ജനത്തിന്റെ അഭിഷേകം പങ്കുവെക്കേണ്ട ഒരു സ്ഥലത്ത് ഞാൻ തോറ്റുപോയത്. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ നമ്മൾ ആഗ്രഹിക്കണം, കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞ്, പരിശുദ്ധാത്മ ചൈതന്യം നിറഞ്ഞ് നമ്മുടെ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടാൻ, നമ്മുടെ സഭാ സമൂഹങ്ങൾ പ്രിയപ്പെട്ടവരെ പുത്തൻ ഉണർവോടെ, പുത്തൻ ചൈതന്യത്തോടെ എഴുന്നേറ്റ് വരാൻ നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാലം വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാലമാണ്. ഒത്തിരി പ്രയാസത്തിലൂടെ ലോകവും സഭയും കുടുംബങ്ങളും കടന്നു പോകുന്നു. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങളിൽ ബാലിശമായ കാരണങ്ങളാൽ പ്രിയപ്പെട്ടവരെ ഭിന്നിപ്പിൻ്റെ പിന്നാലെ പോകാനുള്ള നേരമല്ലിത്. ഈ കാലം പ്രിയപ്പെട്ടവരെ വീണ്ടെടുപ്പിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ശക്തമായി കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കേണ്ട കാലത്ത് ചെറിയ കാര്യങ്ങളാൽ, മാത്സര്യത്താൽ, സ്വാർത്ഥതയാൽ, പ്രിയപ്പെട്ടവരെ പടല പിണക്കങ്ങളാൽ പ്രിയപ്പെട്ടവരെ മാറി വേർതിരിഞ്ഞ് നിൽക്കാനുള്ള കാലമല്ല, കണ്ണുനീരോടെ കൈവിരിക്കേണ്ട കാലമാണിത്, ഉണർവോടെ പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. ഈ കാലത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് സർവശക്തന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. വിശ്വാസത്തോടെ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് പ്രിയപ്പെട്ട ഈ വിഷയത്തിൽ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വചനത്തിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവിന് നൊമ്പരമുണ്ട്, കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 26-28 വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശിഷ്യ സമൂഹം എങ്ങനെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷിക്കുവാനും ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഈശോ വന്നത് ഭരിക്കാനല്ല, ഈശോ വന്നത് നമ്മളെ കീഴ്പ്പെടുത്താനല്ല, ഈശോ വന്നത് നമ്മളെ അവൻ്റെ ദൈവത്വത്തിൻ്റെ വലിയ സർവാധികാരം നമ്മുടെ മേൽ പുലർത്തിക്കൊണ്ട് നമ്മളെ ചെറുതാക്കാനല്ല. ഈശോ വന്നത് തീരെ ചെറുതായി നമ്മളെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്താനാ. അവൻ പാദം തൊട്ടവനാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്താഴത്തിനിടെ യോഹന്നാൻ സുവിശേഷം 13:4-5 പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവപുത്രൻ്റെ മാതൃക. പ്രിയപ്പെട്ട ഈ മാതൃക നഷ്ടപ്പെട്ടതാണ് എൻ്റെ നിങ്ങളുടെ കുറവ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ സുവിശേഷം, അവസാനത്തെ സുവിശേഷം എഴുതിയ ആൾ യോഹന്നാനാണ്. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പം ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും മാറിപ്പോകാൻ പാടില്ലാത്ത ഒരു കാര്യം യോഹന്നാൻ കുറിച്ചിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. കുർബാന സ്ഥാപന വാക്യങ്ങൾ അതേപടി യോഹന്നാൻ കുറിച്ചിട്ടില്ല. അതിൻ്റെ കാരണം യോഹന്നാൻ സുവിശേഷം എഴുതുമ്പം പരിശുദ്ധ കുർബാന സജീവമായി സഭാ കുടുംബങ്ങളിലെല്ലാം നന്നായി അർപ്പിക്കപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്താണ് ആവശ്യം? കുർബാനയിൽ നഷ്ടപ്പെട്ട ഒരു അഭിഷേകം യോഹന്നാൻ ശ്രദ്ധിച്ചു. അത് കുർബാനയുടെ മനോഭാവമാണ്. കുർബാനയ്ക്ക് പങ്കുചേരേണ്ട മനുഷ്യരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന മനോഭാവമാണ്. അത് പാദക്ഷാളനത്തിൻ്റെയാണ്.
അത് പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെയാ, പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെയാ, പരസ്പരം ഉൾക്കൊണ്ട് മനുഷ്യരെ സ്നേഹത്തോടെ കരുതലോടെ നോക്കേണ്ടതിൻ്റെ കുറവ് വന്ന ആ മേഖലയിൽ വ്യക്തമായ കർത്താവിൻ്റെ മാതൃക വെളിപ്പെടുത്തണമെന്ന ബോധ്യമുണ്ടായ യോഹന്നാൻ കുറിച്ചിടുകയാണ് കർത്താവിൻ്റെ ശക്തമായ മാതൃക. പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ പങ്കുചേരുന്ന നമ്മൾ, ഒന്നിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നമ്മൾ, കർത്താവിൻ്റെ നാമത്തെ വഹിക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഈ യാഥാർത്ഥ്യം നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ നമ്മൾ പരിശീലിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കെല്ലാവർക്കും ഉള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഈശോ എന്താണ് ചെയ്തത്? യോഹന്നാന്റെ സുവിശേഷം 13:4-5 അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയുടെ തലയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ നമ്മൾ മനുഷ്യൻ്റെ ഒത്തിരി കുറവുള്ള പാദങ്ങളിൽ അവൻ തൻ്റെ മുഖം മുത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളും എന്തുമാത്രം അധികമായി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കരുണാപൂർവ്വം ഇടപെടണം, സ്നേഹത്തോടെ ഇടപെടണം. പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും നിരന്തരം ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം പ്രകടമാക്കണം. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ സംഭവിച്ച എല്ലാ വിഭജനത്തിൻ്റെ സ്വാധീനങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിക്കാം. ഞാൻ മൂലം എൻ്റെ സഹോദരൻ സഹോദരി കർത്താവിൻ്റെ സ്നേഹത്തിൽ അകന്നു പോയി എങ്കിൽ, പ്രിയപ്പെട്ട, അതിന് ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഈ രാവിലെ നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വലിയൊരു സ്നേഹം ലഭിക്കണം. ഇന്ന് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവരെല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന്, സഭാ കൂട്ടായ്മകളിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, വിഭജനത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും മാറിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. നിരന്തരമായ നിലവിളിയും പ്രാർത്ഥനയുമാണ് പ്രിയപ്പെട്ടവരെ ഐക്യത്തിൻ്റെ ഏറ്റവും ശക്തമായ കാരണമെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റട്ടെ. പ്രാർത്ഥനയില്ലാതെ പ്രിയപ്പെട്ടവരെ ഈ വിഭജനത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയില്ല. പൗലോസ്ലീഹ നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. 1 കൊറിന്തോസ് 11-19 തിരുവചനം, നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകുക എന്നതും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ലോകം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഈ യാത്ര പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാകും, എന്നും എപ്പോഴും ലോകത്തിൽ ഭിന്നതകളും വിഭാഗ്യതകളും മാത്സര്യവും എന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നും ലോകത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ, കൂട്ടായ്മയിൽ നിന്ന് അകറ്റാൻ പിശാച് തന്ത്രപൂർവം പെരുമാറുന്നുണ്ട്. ആദ്യ ഉൽപ്പത്തിയിൽ ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ തന്നെ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുവാൻ ശ്രമിച്ച അതേ പിശാച്, അതിനുശേഷം സഹോദരബന്ധത്തെ ചിന്നിച്ചെതറിപ്പിച്ച അതേ പിശാച്, അതിനുശേഷം ദൈവജനത്തിൻ്റെ യാത്രയിൽ നിരന്തരം ഭിന്നിപ്പുകൾ ഉണ്ടാക്കി കർത്താവിൻ്റെ മഹത്വത്തിന് അവരെ അകറ്റിയ അതേ പിശാച് ഇന്നും സഭയിൽ, ലോകത്തിൽ, കുടുംബത്തിൽ നമ്മളൊപ്പം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് ആദ്യത്തെ മാർപ്പാപ്പയെ ഓർമ്മിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 22:31-32. പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്നെ വേർപെടുത്താൻ, എന്നിൽ നിന്ന് വേർപെടുത്താൻ, കൂട്ടായ്മയിൽ നിന്ന് വേർപെടുത്താൻ, സഹോദരങ്ങളിൽ നിന്ന് വേർപെടുത്താൻ സാത്താനാണ് ഉദ്യമിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ തിരിച്ചറിയണം ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ജീവിത പങ്കാളിയിൽ നിന്ന് പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ നിരന്തരം ഭിന്നിപ്പിക്കുന്നത് സാത്താനാണ്. മാതാപിതാക്കളെ മക്കളിൽ നിന്ന്, മക്കളെ മാതാപിതാക്കളിൽ നിന്ന്, സമൂഹത്തെ പരസ്പരമുള്ള വലിയ അനുഗ്രഹ ബന്ധത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെ വേർപെടുത്താൻ ശ്രമിക്കുന്നത് സാത്താനാണ്. പ്രിയപ്പെട്ടവരെ, പരസ്പര സാഹോദര്യത്തോടെ കൂട്ടായ്മയോടെ മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ള അനുഗ്രഹമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെ, സൗന്ദര്യത്തെ കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന സാത്താനാണ്. ഈ സാത്താനെ തിരിച്ചറിയാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, വിഭാഗ്യതയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ, തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോകാൻ, പ്രിയപ്പെട്ട അനൈക്യത്തിൻ്റെ ദുരാരൂപി നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹങ്ങളിൽ വിട്ടുമാറാൻ കർത്താവിൻ്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. കാരണം നമ്മെ ഈ തിന്മയിൽ നിന്ന് അകറ്റാൻ കഴിവുള്ള കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വീണ്ടും കൂട്ടായ്മ, വീണ്ടും സ്വരുക്കൂട്ടാൻ സഹായിക്കുന്നത്.
ഈ രാവിൽ നമ്മൾ തിരിച്ചറിയട്ടെ, പരിശുദ്ധാത്മാവ് കൂട്ടായ്മയുടെ ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, സഭയിൽ ശക്തമായൊരു മാതൃക ഈ ഒരു വിഷയത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്കറിയാം. സഭയിൽ ആദ്യത്തെ ഒരു വിഭാഗീയത നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഡീക്കന്മാരുടെ തിരഞ്ഞെടുപ്പിനോട് ചേർന്നാണ്. അവിടെ അപ്പസ്തോലന്മാർ പ്രിയപ്പെട്ടവർ കണ്ടെത്തിയ അതിശക്തമായ ദൈവകൃപയുടെ വഴി ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ പ്രിയപ്പെട്ട സഭാ കുടുംബത്തിലോ കൂട്ടായ്മയിലോ കുടുംബങ്ങളിലോ വെളിപ്പെടുമ്പം പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. 6-ാം അധ്യായം 1 മുതൽ, അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ അത് ശ്രദ്ധിക്കുകയാണ്. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുവിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സഭാ കൂട്ടായ്മയിൽ ഒരു പ്രതിസന്ധി, ഒരു വിഭജനം ഉണ്ടാകുമ്പം അപ്പസ്തോലന്മാർ കണ്ടെത്തിയ സൊല്യൂഷൻ, പരിഹാരം എന്തായിരുന്നു? നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ കഴിവുള്ള കുറച്ച് പേര് വരട്ടെ. അങ്ങനെയല്ല അവരൊരു മാനദണ്ഡം കണ്ടത്. ആരെയാണ് അവർ തിരഞ്ഞെടുത്തത്? ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവർക്ക് പ്രിയപ്പെട്ടവരെ ഐക്യത്തിലേക്ക് സഭയെ നയിക്കാനുള്ള കഴിവുണ്ടെന്ന് അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി. ഇന്ന് പ്രിയപ്പെട്ടവരെ, സഭയിൽ കുടുംബത്തിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് അനുരഞ്ജനത്തിൻ്റെ കണ്ണിയാകാൻ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വീണ്ടെടുപ്പ് സഭയ്ക്കും കൂട്ടായ്മയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും ലഭിക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് നിറഞ്ഞു കിട്ടേണ്ടത് ഈ ജ്ഞാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. കർത്താവേ, അത് ഞങ്ങൾക്ക് തരണമേ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അത് ഞങ്ങൾക്ക് വേണം ഈശോയെ. കർത്താവേ, ലോകത്തിൻ്റെ കൊച്ചു കാര്യങ്ങളിൽ പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത, കർത്താവേ ഉൾക്കൊള്ളാൻ പറ്റാത്ത കൊച്ചു വിഷയങ്ങളിലാണ് പലപ്പോഴും ഞങ്ങൾ വലിയ പ്രതിസന്ധികളിലേക്ക് പോകുന്നത്. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒന്നുമില്ല കർത്താവേ, പക്ഷെ ഞങ്ങൾക്ക് ആ ജ്ഞാനം കിട്ടുന്നില്ല. നിർണായ സമയത്ത് ഇടപെടാതെ കർത്താവെ പലപ്പോഴും ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ച് വലുതാക്കി പിന്നെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തതുപോലെ ആക്കുന്ന ഞങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് കർത്താവ് നീ വരണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ പലവിധത്തിൽ ഇന്ന് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുടെ സമർപ്പിത ഭവനങ്ങളിൽ കർത്താവേ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത കുറവുകളുണ്ട്. കർത്താവേ, സഭാ കുടുംബം ലോകത്തിന് മുമ്പിൽ ലോകത്തിൻ്റെ പ്രകാശമായി മാറേണ്ട, മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ ഉയർന്നു നിൽക്കേണ്ട, പീഠത്തിൽ വയ്ക്കപ്പെട്ട വിളക്ക് പോലെ കത്തി നിൽക്കേണ്ട സഭ ഇന്ന് ലോകത്തിന് മുമ്പിൽ എതിർസാക്ഷ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർത്താവേ വിഭാഗീയതകളാണ്, മത്സരങ്ങളാണ്, ഭിന്നിപ്പുകളാണ്. കർത്താവേ, അത് മാറാൻ കർത്താവേ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയെ. കർത്താവേ ദൈവിക ജ്ഞാനം സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ. ഈ രാവിൽ പ്രാർത്ഥനയിൽ ലോകത്തെ സ്പർശിക്കുന്ന ഈ ദൈവ ശുശ്രൂഷയിലൂടെ കർത്താവേ സ്വർഗത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കാൻ കർത്താവേ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പം കർത്താവേ ചെറിയ വിഷയങ്ങളിൽ കർത്താവേ വലിയ മഹത്വമുള്ള ജീവിതത്തിൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ഞങ്ങളെ സ്നേഹത്തിൽ വീണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന സ്വർഗത്തിൻ്റെ ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ. ആഗ്രഹിച്ച് സ്തുതിച്ച ഈശോയേ, വിശ്വാസത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ഈശോയെ, ആരാധന 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 ആരാധന. പ്രിയപ്പെട്ടവരെ, 1 കോറിന്തോസ് 3-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനത്തിൽ പ്രിയപ്പെട്ട പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു രഹസ്യം കൂടി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യം പൗലോസ് ശ്ലീഹ വ്യക്തമായി പച്ചയായി പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവർ, അദ്ദേഹം വിഭജനത്തിനൊരു കാരണം അവിടെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പം നിങ്ങൾ ജഡികരും സാധാരണക്കാരും അല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും
ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്നും പറഞ്ഞ് നടക്കുന്നത്. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. പ്രിയപ്പെട്ട ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. കർത്താവാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നന്മയെന്ന് തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നന്നായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സഹോദരങ്ങൾ കൂട്ടായ്മ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാവരെയും സ്വർഗ്ഗത്തിൽ കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളത് ആഗ്രഹിക്കാതിരുന്നാൽ കർത്താവിൻ്റെ മനസ്സിനെതിരല്ലേ അത്? കർത്താവ് ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ ഹൃദയം മക്കൾ മനസ്സിലാക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമുക്കുള്ളൂ. എവിടെയെല്ലാം മനുഷ്യ പൂജ വരുന്നോ, സ്വയം പൂജ വരുന്നോ, പ്രിയപ്പെട്ടവർ, അവിടെയാണ് വിഭജനത്തിൻ്റെ അല്ലാത്ത ആണിക്കല്ല് നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവമഹത്വം യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നൽകിയാൽ, സഭാ കുടുംബത്തിൽ നൽകിയാൽ, സമർപ്പിത ഭവനങ്ങളിൽ നൽകിയാൽ, പ്രിയപ്പെട്ടവരെ ഇടവക കുടുംബത്തിൽ നൽകിയാൽ, ധ്യാന ഭവനങ്ങളിൽ നൽകിയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. കാരണം അവിടെ ദൈവം ഭരിക്കുമ്പം, ദൈവം പരമാധികാരമുള്ളിടത്ത് കർത്താവിൻ്റെ നയിക്കലിൽ നിരന്തരം കർത്താവ് സ്നേഹത്തിൽ കാറ്റയച്ച്, സ്നേഹത്തിൻ്റെ കാറ്റ്, കൃപയുടെ കുളിർക്കാറ്റ്, സമാധാനത്തിൻ്റെ അഭിഷേക കാറ്റയച്ച് പ്രിയപ്പെട്ടവരെല്ലാ വിഭാഗിതകളെയും കർത്താവ് എടുത്തു മാറ്റാൻ തയ്യാറാണ്. ഇന്ന് ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ സമൂഹങ്ങൾ, ഞങ്ങളുടെ സമർപ്പിത ഭവനങ്ങൾ കർത്താവേ അങ്ങയുടെ കൃപയുടെ കാറ്റടിച്ച് വീണ്ടും ഒന്നാകാൻ അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഈശോയുടെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ കാറ്റ് കർത്താവ് അയക്കും. സ്നേഹിക്കാനും ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും നമ്മൾ തയ്യാറായാൽ നമ്മുടെ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടും. സഭാകൂട്ടായ്മയുടെ വലിയ അഭിഷേകം കർത്താവ് മടക്കി തരും. സമർപ്പിത ഭവനങ്ങൾ ഊർജം, അഭിഷേകം പ്രാപിച്ച ശക്തി സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കിടയിലുള്ള എല്ലാ വിഭാഗിതകളും അവസാനിക്കാനുള്ള യഥാർത്ഥ മാർഗം സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിക്കുക, കർത്താവിൻ്റെ മഹത്വം അംഗീകരിക്കുക. കർത്താവിൻ്റെ മഹത്വം അംഗീകരിച്ചാൽ എൻ്റെ ജീവൻ്റെ നാഥൻ, ഉടയവൻ, പ്രിയപ്പെട്ടവരെ ദൈവമാണ്. നമുക്ക് വാശി പിടിച്ചിരിക്കാൻ മാത്രം വലിപ്പമുള്ളവരല്ല നമ്മൾ. പ്രിയപ്പെട്ടവരെ, മരിച്ചാലും ഞാൻ അവളോട് ക്ഷമിക്കത്തില്ല എന്ന് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. മരിച്ചാൽ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർമ്മിക്കണം, മരണത്തിന് മുമ്പ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കേണ്ട ഒരാളെന്നുള്ള തിരിച്ചറിവ് കിട്ടിയാൽ നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് നീ ബോധിപ്പിക്കുക എന്ന് അവൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന അന്ന് വേദനിക്കാതിരിക്കാൻ ഇന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ കൂട്ടായ്മകൾ രൂപപ്പെടും, കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയും, സഭ അനുഗ്രഹിക്കപ്പെടും. ഈ രാവിലെ നമുക്ക് ആഗ്രഹിക്കണം, കർത്താവേ, ഞങ്ങൾ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് അകന്നു നിൽക്കുന്നത്, ചെറിയ കാരണങ്ങൾ കൊണ്ട്. കർത്താവേ, അതിങ്ങനെ കൂട്ടിവെച്ച് ഇന്ന് എവിടെ തുടരണമെന്ന് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ട ഈ സത്യം തിരിച്ചറിയണം. കർത്താവിന് മഹത്വം കൊടുക്കുക, നിലവിളിക്കുക. ഈശോയുടെ നാമത്തിൽ പറയുകയാണ്, ഈ ദിനങ്ങളിൽ പ്രിയപ്പെട്ട ഈ ദൈവ ശുശ്രൂഷയുടെ ഭാഗമായി അനേകം പേര് ശുശ്രൂഷയിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ആത്മീയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുമ്പം, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പം തങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി മാറാതിരുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടതും കൂടുതൽ പരിഹാരത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിനെ വിളിക്കണമെന്നുള്ള തീരുമാനങ്ങൾ എടുത്തതുമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ട, നമ്മൾ സത്യം തിരിച്ചറിയണം. നമ്മളൊന്ന് മനസ്സ് കാണിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു പുതിയ ചരിത്രം കർത്താവ് തരും. നമ്മുടെ സമൂഹങ്ങൾക്ക് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ഒരു പുത്തൻ ചൈതന്യം കർത്താവ് തരും. ആഗ്രഹിക്കട്ടെ മക്കൾ ആഗ്രഹിക്കട്ടെ. കർത്താവ് ഇതാ പ്രിയപ്പെട്ടവരെ സമാധാനത്തിൻ്റെ അനുഗ്രഹവുമായി നമ്മുടെ അടുക്കലേക്ക് വരുമ്പം നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക്, കർത്താവേ, നിന്റെ സമാധാനത്തിൻ്റെ കാറ്റ്, കൃപയുടെ കാറ്റ്, സ്നേഹത്തിൻ്റെ കുളിർക്കാറ്റ്, കൂട്ടായ്മയുടെ കാറ്റ് കർത്താവേ ഞങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മക്കൾ നിലവിളിക്കട്ടെ. ഈശോയെ, വിശ്വാസത്തോടെ ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. പക്ഷെ പാദ്രപ്പി ഓർമ്മിപ്പിച്ച കാര്യം നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമുക്കിടയിൽ വിഭാഗീയത? പക്ഷെ പാദ്രപ്പി പറയാണ്, ഇന്നത്തെ സമൂഹം പ്രാർത്ഥിക്കുന്നില്ല, അതിനാലാണ് അതിൽ പിളർപ്പുകൾ
ഉണ്ടാകുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ച മഹാവിശുദ്ധനാണത്. മണിക്കൂറുകൾ കർത്താവിൻ്റെ തിരുസന്നിധി ചെലവഴിച്ച ആ വിശുദ്ധൻ അറിയാം നിലനിൽക്കാൻ, കൂട്ടായ്മ നിരന്തരം രൂപപ്പെടാൻ പ്രാർത്ഥനയെ പരിഹാരമുള്ളൂ. കാരണം അത്രമാത്രം ലോകത്തിൽ നമ്മൾ നിസ്സഹായരാണ്. ചില നേരങ്ങളിൽ, നനച്ചിരിക്കാത്ത നേരങ്ങളിൽ വലിയ ദുഃഖവും വിഷാദവും സങ്കടവും ഒക്കെ ഏൽപ്പിക്കുന്ന കൂരമ്പുകളായി മനുഷ്യരുടെ വാക്കുകളും മുറിപ്പെടുത്തുന്ന ഇടപെടലുകൾ ഉണ്ടാകാം. പക്ഷെ പ്രാർത്ഥിച്ചാൽ സമർപ്പിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും ശാന്തത കിട്ടും, ഹൃദയത്തിൽ സ്നേഹം കിട്ടും. പ്രിയപ്പെട്ടവരെ, അഭിഷേകം പ്രാപിക്കാം നമുക്ക്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. സമാധാനം സ്ഥാപിക്കാനായി ഉദ്യമങ്ങൾ നടത്തുവിൻ, സമാധാനം പ്രബോധിപ്പിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ. ചരിത്രത്തിൽ അന്തിമ വിജയം സമാധാനത്തിനായിരിക്കും. പ്രിയപ്പെട്ടവരെ, വഴക്കടിച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ തീർക്കും. സമാധാനത്തിന് നീ മുന്നിട്ടിറങ്ങിയാൽ നീ ദൈവപുത്രനെന്ന്, ദൈവപുത്രി എന്ന് നീ അറിയപ്പെടും. എന്ത് നിയോഗമാണ് നിനക്ക് എനിക്ക് വേണ്ടതെന്ന് ഞാനാണ് നിശ്ചയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സമാധാനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഈശോ നിന്റെ കുറവുകൾ ഈശോ വെട്ടി മാറ്റിക്കളയും. നീ വിധിക്കരുത്, എന്നാൽ നീയും വിധിക്കപ്പെടുകയല്ല. വിധിച്ച് തള്ളി പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നരകതുല്യമാക്കി നഷ്ടപ്പെടുത്തി നശിപ്പിക്കാനാണ് നമ്മുടെ ഭാവമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് ഞാനും നിങ്ങളും കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അത്രമാത്രം വിലപ്പെട്ടതാണ് കൂട്ടായ്മ ഈശോയ്ക്ക്. അത്രമാത്രം വിലപ്പെട്ടതാണ് കർത്താവിനും മക്കളുടെ സമാധാനം, സ്വസ്ഥത, ശാന്തത, സ്നേഹം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശരീരമാണ് സഭയെങ്കിൽ ആ ശരീരം എന്നും എപ്പോഴും സമാധാനത്തിലായിരിക്കണം ഈശോ ആഗ്രഹിക്കുന്നു. ഈ രാവിൽ നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ നമ്മളോട് നിരന്തരം സംസാരിക്കുന്ന അമ്മയാണ്. അമ്മയ്ക്കെന്നും പറയാനുള്ളത് സ്വർഗത്തിൻ്റെ വിശേഷങ്ങളാണ്. സ്വർഗം ആഗ്രഹിക്കുന്നത്, സ്വർഗം കരയുന്നത്, സ്വർഗം മക്കളിൽ നിന്ന്, സഭാകൂട്ടായ്മയിൽ നിന്ന് നിരന്തരം എക്സ്പെക്റ്റ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയിലൂടെ നിരന്തരം കേൾക്കാൻ, സ്വരം കേൾക്കാൻ സ്വർഗം പരിശുദ്ധ അമ്മയെ അനുവദിക്കുന്നു. ആ അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മക്കൾ നിരന്തരം തയ്യാറാകണം. പ്രിയപ്പെട്ട കഞ്ചിക്കോട് റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ ആത്മീയ രഹസ്യങ്ങളും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് കാരണമാകുന്ന ദൈവ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയ്ക്ക് മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സമയം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മ, കരുണയുടെ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നാം നമ്മെ തന്നെ പരിത്യാഗം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാനവവംശത്തെക്കുറിച്ചുള്ള അവൻ്റെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കുചേരാൻ നമുക്ക് സാധിക്കും. തൻ്റെ ജനത്തിൻ്റെ നന്ദികേടിനും എല്ലാ വിധത്തിലുള്ള കുറവുകൾക്കും കർത്താവിനെ ഒന്ന് ആശ്വസിപ്പിച്ച് ദൈവജനത്തിനിടയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ നിമിഷങ്ങളിൽ നമുക്കത് ആഗ്രഹിക്കണം. പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം ആഗ്രഹിക്കുന്നു കർത്താവ് വേദനിക്കുന്ന വിഷയങ്ങളിൽ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, ആശ്വസിപ്പിക്കാൻ കടമയുള്ള ചുമതലയുള്ള നമുക്ക് കർത്താവിനെ ആശ്വസിപ്പിക്കാനുള്ള ഒന്നാമത്തെ ചുമതലയായിട്ട് സ്നേഹിക്കാനും ക്ഷമിക്കാനും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും മുമ്പോട്ട് പ്രത്യാശയോടെ കുടുംബത്തെ നയിക്കാൻ, സഭയെ നയിക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. സഭയിൽ എവിടെയെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, പ്രിയപ്പെട്ട വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഒരു പ്രയാസം ഉണ്ടായാൽ അതിലിടപെടാൻ സ്വർഗം തയ്യാറാണ്. പരിശുദ്ധാത്മാവ് നിരന്തരം ആഗ്രഹിക്കുന്നു. നമുക്ക് ആഗ്രഹത്തോടെ ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, അഭിമുഖീകരിക്കുന്ന പരസ്പരമുള്ള ബന്ധങ്ങളിലെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സമർപ്പിത സമൂഹമായിരിക്കാം, വൈദിക കൂട്ടായ്മയായിരിക്കാം, അവിടെ പ്രിയപ്പെട്ട നമ്മൾ കടന്നു പോകുന്ന പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ, ഇടർച്ചകൾ ഉണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സമൂഹം കർത്താവേ അങ്ങയാൽ നയിക്കപ്പെടണം. ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂട്ടായ്മയെ ബലപ്പെടുത്തണം. അത് ആഗ്രഹിക്കട്ടെ. അന്ന് ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ അതിൻ്റെ കേടുപാടുകൾ പോക്കി പഴയ കാലത്ത് എന്നതുപോലെ പുനഃസ്ഥാപിക്കും. കർത്താവിൻ്റെ വചനം നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ പരിപൂർണമായിട്ട് നിറവേറപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടായ്മയുടെ വലിയ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ.
ആമേൻ. ആവേ മരിയ, 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 ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് വരപ്രസാദദായകമായ ജീവിതം നമ്മൾ നയിക്കണം എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മയുടെ സന്ദേശം ശ്രവിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ ദിവസം 22ാമത്തെ സന്ദേശം 1997 ഡിസംബർ 8 നൽകിയ സന്ദേശമാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. ഞാൻ അമലോത്ഭവയായ അമ്മയാണ്. ഏറ്റവും നിർമ്മലമായ ഉദരത്തിൽ മനുഷ്യനായി തീരുന്ന വചനത്തിൻ്റെ അമ്മയാകാൻ ഞാൻ നിയോഗിക്കപ്പെട്ടതിനാൽ, അതായത് ദൈവമാതൃത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഉത്ഭവ പാപത്തിൽ നിന്നും അതിൻ്റെ നിഴൽ പോലും ഏൽക്കാതെ ഏറ്റവും പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയാൽ ഞാൻ സംരക്ഷിക്കപ്പെട്ട് ജനിച്ചു. ഉത്ഭവത്തിൽ തന്നെ പാപമില്ലാത്ത ഈ അമ്മ, സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീ, ചുവന്ന സർപ്പത്തിനും അവൻ്റെ അനുയായികൾക്കുമെതിരെ യുദ്ധം ചെയ്യുമെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു അമ്മ നായികയായിരിക്കുന്ന യുദ്ധത്തിൽ അമ്മയുടെ മക്കൾ ഒരുമിച്ച് പടപൊരുതുന്നത് പോലെ ഈ അമ്മയോടൊപ്പം പാപത്തിനെതിരെ ജപമാല ഏന്തി യുദ്ധം ചെയ്യുക. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം ചെയ്യുകയാ ചെയ്യുന്നതെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നത്. ജപമാല കരങ്ങളിൽ എടുക്കുമ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാനായിട്ടുള്ള ആയുധം കയ്യിലെടുത്തു. ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ? സാത്താനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധം നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞു. ഈ സന്ദേശം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഞാൻ ഇതിനു മുൻപ് ശാലോമിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതായി കാര്യം. ജപമാല ഏന്തി യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അമ്മ മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ബാലനായ ദാവീദ് ഗോലിയാത്തിനെതിരെ എഴുതത് എന്താണ്? കവണിയിൽ 5-6 കല്ലുകൾ വെച്ചിട്ട് മല്ലനായ ഗോലിയാത്തിനെതിരെ ഈ കവണിയിൽ നിന്ന് ചെറിയ കല്ലുകൾ എറിഞ്ഞപ്പോൾ ആ മല്ലൻ്റെ നെറ്റിത്തടത്തിൽ അത് പതിക്കുകയും ആ മല്ലിൻ്റെ ദാരുണമായ അന്ത്യം അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്തല്ലോ. ആ സംഭവം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പഴയ നിയമത്തിലെ ആ സംഭവങ്ങൾ പരിശുദ്ധ അമ്മ വായിക്കാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്ന കാര്യമുണ്ട്. ബാലൻ്റെ കയ്യിലെ ഒരു കല്ലാണ് കവണിയിൽ വെച്ച് എറിഞ്ഞപ്പോൾ ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിന് വലിയ മുറിവുണ്ടാക്കിയത്. വലിയ യുദ്ധസന്നാഹങ്ങളും പടക്കോപ്പുകളും പവർച്ചട്ടയൊക്കെ ധരിച്ചു നിൽക്കുന്ന ഈ ഗോലിയാത്തിനെ വീഴ്ത്താനായിട്ട് ഒരു കല്ലിന് സാധിച്ചെങ്കിൽ, പരിശുദ്ധ അമ്മ പറയാ, മക്കളെ, നിങ്ങളുടെ കയ്യിൽ 53 കല്ലുകളുള്ളൊരു ജപമാലയുണ്ടല്ലോ, അതിലെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കൊണ്ടും സാത്താൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഓരോ അമ്പുകൾ എറിയുമ്പോൾ, ഓരോ കല്ലുകൾ എറിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സാത്താൻ്റെ പരാജയമാണ്. ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്താൻ ദാവീദിന് പറ്റിയെങ്കിൽ നമുക്ക് ഈ 53 കല്ലുകളെ കൊണ്ട് സാത്താനെ വീഴ്ത്താൻ പറ്റില്ലേ? യുദ്ധം ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അതുകൊണ്ട് അമ്മ പറയുക, ഈ അമ്മയോടൊപ്പം പാപത്തിനെതിരെ, അതായത് നന്മയ്ക്ക് എതിരെ വരുന്ന എല്ലാം പാപമാണ്. ആ പാപത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അമ്മയോടൊപ്പം ജപമാല ഏന്തി വരിക എന്ന് അമ്മ നമ്മോട് പറയുന്നു. മക്കളെ, നിങ്ങളുടെ യഥാർത്ഥ രോഗം പാപമാണ്. യഥാർത്ഥ രോഗം പാപമാണ്. എന്താണ് ഈ പാപത്തിൻ്റെ കാരണം? പാപബോധമില്ല. അതാണ് ഇതിന് കാരണമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. മക്കളെ, നിങ്ങളുടെ യഥാർത്ഥ രോഗം പാപമാണ്. പാപം ബോധമില്ലാത്തതാണ് ഇതിന് കാരണം.
മക്കളെ, ഞാൻ നിങ്ങളുടെ അമലോത്ഭവയായ അമ്മയായതിനാൽ നിങ്ങളെ യേശുവിൻ്റെ ഛായയിൽ നിരന്തരം ജനിപ്പിക്കുന്നതിനുള്ള ദൗത്യം അവൻ എന്നെ ഭരമേൽപ്പിച്ചു. അതേ മക്കളെ, എൻ്റെ തിരുക്കുമാരൻ കുരിശിൽ കിടന്ന് ജീവൻ വെടിയും സമയം നിങ്ങൾക്ക് ജന്മമേകാൻ എന്നെ ഭരമേൽപ്പിച്ചു. ആ ദൗത്യം തുടരേണ്ടത് നിങ്ങളെ പാപത്തിൽ നിന്നും പിശാച്ചിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വേണം. നേരത്തെ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു മകനെ ബലി കൊടുത്തിട്ട് കോടിക്കണക്കിന് മക്കൾക്ക് അമ്മ ജന്മം നൽകി. എനിക്കും നിങ്ങൾക്കും, ഈ ലോകത്തിലുള്ള എല്ലാ മക്കളുടെയും ആത്മാവിന് ജന്മം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയ്ക്ക് നമ്മെ ഭരമേൽപ്പിച്ചു കൊടുത്തത് ഈശോയാണ്. ആ ദൗത്യം തുടരേണ്ടത് നിങ്ങളെ പാപത്തിൽ നിന്നും പിശാച്ചിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വേണം. പാപത്തിൽ നിന്നും പിശാച്ചിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈശോ പരിശുദ്ധ അമ്മയെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. അതിനായി നിങ്ങൾ ഓരോരുത്തരും ഈ അമ്മയോടൊപ്പം വിജയ ശ്രീലാളിതരാകുക. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം നിങ്ങളാണ്. അമ്മയ്ക്ക് സന്തോഷം എന്താ? മക്കളെ ഓർത്താ. മക്കൾ സമാധാനത്തിലിരിക്കുമ്പോൾ, പാപത്തിലല്ലാതെ ജീവിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം സന്തോഷിക്കും. എൻ്റെ ആനന്ദം, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആനന്ദം മക്കളെ നിങ്ങളാണെന്ന് ഒരു അമ്മ വന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ? ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നമ്മൾ അമ്മയെ സന്തോഷിപ്പിക്കണം. അമ്മ പറഞ്ഞ പോലെ ജീവിക്കണം. ഓരോ ദിവസവും പരിപൂർണ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, തിന്മയുടെ ശക്തിക്ക് ലോകത്തെ കീഴടക്കാൻ കഴിഞ്ഞതിൻ്റെ താൽക്കാലിക അടയാളങ്ങളായി നിങ്ങൾ കാണുന്ന ശത്രുതയുടെയും സമരത്തിൻ്റെയും ആക്രമണങ്ങളുടെയും ദുരന്തങ്ങളുടെയും അവസ്ഥ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനാണ് മനുഷ്യനാശത്തിൻ്റെ കാരണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്തേ മനുഷ്യൻ നാശത്തിൻ്റെ എത്തിയിരിക്കുന്നത്? മനുഷ്യൻ നാശത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്? ആരാണിതിൻ്റെ കാരണം? നമ്മൾ മറ്റു പലതിനെയും പഴിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ അമ്മ പറയുന്നു, മനുഷ്യനാണ് മനുഷ്യനാശത്തിൻ്റെ കാരണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ അവസ്ഥകളെല്ലാം ആയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ മനുഷ്യജീവൻ എന്ത് വില? മനുഷ്യൻ്റെ ജീവന് എന്താ വില? അത് ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്ന്, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ മനുഷ്യജീവന് വിലയില്ലാത്ത വിധം ലോകത്ത് മനുഷ്യർ വ്യാപരിക്കുന്നത്? ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെയല്ലേ മനുഷ്യനെ കൊല്ലുന്നത്, പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്, പാപവശീകരണവുമായിട്ട് അനേകരിന്ന് ജീവിക്കുന്നത്? ദൈവത്തെ വഞ്ചിക്കുന്ന ലോകം എത്ര നാളിങ്ങനെ കടന്നു പോകും? ഈ ദുരവസ്ഥകൾ മനുഷ്യൻ വരുത്തി വയ്ക്കുന്നു. അന്തരീക്ഷ മലിനീകരണവും മനുഷ്യൻ്റെ ക്രൂരതയും ലോകത്തെ നാശത്തിൻ്റെ പാതയിലേക്കല്ലേ നയിക്കുന്നത്? മക്കളെ, ഇതെല്ലാം സംഭവിച്ചാലും അവസാനത്തെ വിജയം എൻ്റെ പുത്രൻ യേശുവിൻ്റേതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും അന്തിമമായ വിജയം യേശുവിൻ്റേതായിരിക്കും. ഇതിനുള്ള ഒരുക്കമാണ് മക്കളെ പലയിടങ്ങളിലായി എൻ്റെ നിരവധി പ്രത്യക്ഷീകരണങ്ങളാലും അസാധാരണമായ ദർശനങ്ങളാലും ഞാൻ ഇന്ന് എന്നെ തന്നെ ലോകത്തിന് കൂടുതലായി വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് ഒരുക്കമായിട്ട് മക്കളെ ഒരുക്കാൻ ത്രിയേക ദൈവം അമ്മയെ വരമേൽപ്പിച്ച് ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് പലയിടങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. തിരിച്ചറിയണം പ്രത്യക്ഷീകരണങ്ങളെ. നമ്മുടെ ഈ കേരളത്തിൽ അമ്മ വന്നത് അതിനു വേണ്ടിയാ, യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടി മക്കളെ ഒരുക്കുക. ആ പ്രത്യാഗമനം ആഗതമാകുമ്പോൾ നിത്യരക്ഷയെക്കുറിച്ചുള്ള ബോധവും മനുഷ്യനുണ്ടാകുക. നിത്യശാന്തി, നിത്യവിശ്രാന്തി അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുക. അതിനുവേണ്ടി അമ്മ നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. മക്കളെ, യേശുവിൻ്റെ സ്നേഹമാകുന്ന കരുണക്കടലിലെ ഒരിറ്റ വെള്ളം, കടലിലെ ഒരിറ്റ വെള്ളം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കടൽ നമുക്ക് നോക്കിയാൽ നോട്ടം എത്തില്ല അല്ലേ? അതുപോലെ വലിയൊരു കടലിലെ ഒരു തുള്ളി വെള്ളം എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? അമ്മ പറയാ, മക്കളെ, യേശുവിൻ്റെ സ്നേഹം അതുപോലെ കടലാണെന്നേ, കരുണയുടെ കടലാണ്.
യേശുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കരുണയാണ്. യേശുവിൻ്റെ സ്നേഹമാകുന്ന കരുണ കടലിലെ ഒരിറ്റ് വെള്ളമെങ്കിലും സ്നേഹിക്കാൻ കഴിവറ്റുപോയ മക്കൾക്ക്, വിദ്വേഷത്താലും അക്രമത്താലും യുദ്ധത്താലും തളർന്ന് നാവുണങ്ങിയ മക്കൾക്ക് ഇറ്റിറ്റ് കൊടുക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണെന്ന് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും അതിന് കടപ്പെട്ടവരാണ്. എങ്ങനെയുള്ളവർക്കാ? ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധിയോടെ മനുഷ്യ മക്കളെ കാണാൻ പറ്റുന്നില്ല. വിദ്വേഷമാണ്, അക്രമമാണ്, എല്ലായിടത്തും യുദ്ധഭീഷണിയാണ്, വെട്ടിപ്പിടിക്കാനും പൊത്തിപ്പിടിക്കാനും ശ്രമിക്കുകയാണ് ലോകം ഇന്ന്. അങ്ങനെ ആത്മീയമായി തളർന്ന നാവുണങ്ങിയ മക്കൾക്ക് കർത്താവിൻ്റെ കരുണ ഇറ്റിറ്റ് കൊടുക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. ആ കടപ്പാടിൻ്റെ പ്രതിഫലനമായിരിക്കണം ഈ 40 ദിവസത്തെ പ്രാർത്ഥനയും. നമ്മൾക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിനെ എല്ലാം അറിയാലോ, എല്ലാവരിലേക്ക് കരുണ ചൊരിയാൻ ഈശോയ്ക്ക് പറ്റൂലോ. അപ്പോൾ ഈശോയുടെ കരുണയുടെ കടലിൽ നിന്ന് ഒരിറ്റ് കരുണ എടുത്തിട്ട് വിദ്വേഷത്താലും അക്രമത്താലും സ്നേഹരാഹിത്യത്താലും ആയിപ്പോയിട്ടുള്ള മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇറ്റുകൊടുക്കാൻ, ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെയുള്ള പ്രാർത്ഥന, തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് സത്യം. സാത്താൻ്റെ സേവകരുടെ കെണികളിൽ അകപ്പെട്ട് അബദ്ധത്തിലും പാപത്തിലും അശുദ്ധിയിലും അകപ്പെടുന്ന മക്കൾ അനുനിമിഷം വർദ്ധിക്കുന്നു. എയ്ഡ്സ് എന്ന മഹാരോഗം, ബോംബാക്രമണങ്ങളുടെ ഭീഷണി, കുരുതിയിലകപ്പെടുന്ന മനുഷ്യജീവനുകൾ, ഇതെല്ലാം എന്ത് സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? മക്കളെ, നിങ്ങളോട് താഴ്മയോടെ ഞാൻ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്. ഈ ലോകമക്കളുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരുക്കുക. ഇത് എൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദ്വിതീയ പെന്തക്കുസ്ത സംജാതമാകുന്നതിനായി പിതാവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ഈ ലോകത്തിലേക്ക് ചിന്തുന്നതിനായി പ്രാർത്ഥിക്കുക. ദ്വിതീയ പെന്തക്കുസ്ത, യേശുവിൻ്റെ 2ാം ആഗമനം. ആഗമനം സാധ്യമാകുന്നതിന് മുൻപേ തന്നെ ലോകത്തെ ഒരുക്കാൻ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായിട്ട് ലോകത്തിലേക്ക് നൽകാൻ ദൈവം സന്നദ്ധനാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്നേഹത്തിലും പുണ്യാഭിവൃദ്ധിയിലും പരിത്യാഗത്തിലും ഉപവാസത്തിലും ജീവിക്കാൻ ഉത്സുകരാകുക. സ്വയം വഞ്ചിതരാകാതിരിക്കാൻ ശ്രമിക്കുക. ഭൂമിയിലെ മാലാഖമാരാണെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നവരിലൂടെ, അവരുടെ ഒത്തുചേരലിലൂടെ, പരസ്പര ധാരണയിലൂടെ ഒരിക്കലും ലോകത്ത് സമാധാനം സംസ്ഥാപിതമാകില്ല. ഓർക്കുക, ലോകത്തിൻ്റെ അധികാരികളും ലോകത്ത് തിന്മയെ നന്മയെന്ന് കരുതി അതിന് വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നവരും നിയമങ്ങൾ പാസ്സാക്കുന്നവരൊക്കെ ഈ ലോകത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഒത്തുചേരലുകൾ, പരസ്പര ധാരണകൾ, പാപത്തെ പാപമായി കാണാതെ അത് നിയമമാക്കി കൊണ്ടുവരുന്ന പ്രവണത ഈ ലോകത്ത് നടമാടുന്നുണ്ട്. അതുകൊണ്ടൊന്നും ലോകത്ത് സമാധാനം സംസ്ഥാപിതമാകില്ല. മനുഷ്യവംശം മുഴുവനും മാനസാന്തരത്തിലൂടെ ദൈവത്തിലേക്ക് തിരിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ സമാധാനം ലഭ്യമാകേണ്ട പാത അതാണെന്ന് മനസ്സിലാക്കാതെ തുടർന്നാൽ സകലരും സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ നിങ്ങളുടെ മേൽ നിപതിക്കാൻ ഇടവരും. അമ്മ മക്കളോട് പറയാ, മക്കളെ, ലോകം തരുന്ന സമാധാനം ക്ഷണികമാണേ. പരസ്പര ധാരണയിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളും ലോക നിയമവ്യവസ്ഥിതികളും മനുഷ്യൻ്റെ ജീവിതത്തിന് നിയന്ത്രിക്കാൻ നന്മയായിട്ടുള്ളത് അത്യാവശ്യമെങ്കിലും നിയന്ത്രണാതീതമായിട്ടുള്ള പല നിയമങ്ങളും മനുഷ്യന് അവകാശപ്പെട്ടതുപോലെ ലംഘിക്കുന്നതും പാപത്തെ നിയമമാക്കി മാറ്റുന്നതും വഴി ഈ ലോകത്ത് എന്താ സംഭവിക്കുക എന്നറിയോ? യഥാർത്ഥ സമാധാനം ലഭ്യമാകേണ്ട പാത യേശു ക്രിസ്തുവാണെന്നറിഞ്ഞിട്ട് യേശുവിലേക്ക് മാനസാന്തരത്തിലൂടെ തിരിച്ചു വരാതിരുന്നാൽ സകലരും സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ
അർത്ഥമില്ലാത്ത അത്യാഹിതങ്ങൾ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് തോന്നും, ഇതെന്താ സംഭവിക്കുന്നേ, ഇതെന്താ ഇങ്ങനെ, അതല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ, അതല്ല ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ ആവശ്യമുള്ളതാണോ സംഭവിച്ചത്? അല്ല. അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കാൻ ഇടവരും. മക്കളെ, ലോകം അത്യാഹിത കിണറിൻ്റെ വക്കിലാണ് ഇന്ന്. അമ്മ പറയാ, തിരുസഭയ്ക്ക് സഹനത്തിൻ്റെ സമയമാണിത്. അവിശ്വസ്തത വ്യാപിക്കുകയും ലോകാരൂപിക്ക് അനുരൂപരാവുകയും ചെയ്യുന്നതിനാൽ വലിയ ചുമതലകൾ വഹിക്കുന്ന ചിലരെ പോലും തിരുസഭയുടെ ഉള്ളിൽ തന്നെ വഴിതെറ്റിക്കുന്നതിൽ സാത്താൻ പലപ്പോഴും ജയിക്കുന്നു. ലോകത്തിലുണ്ട്, സഭയിലുണ്ട്. വഴിതെറ്റിക്കാനായിട്ട് സാത്താൻ പലരെയും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അത് പലപ്പോഴും വിജയിക്കുന്നുണ്ട്. മക്കളെ, കണ്ണുനീരോടെ അമ്മയുടെ ആഹ്വാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. തിരിച്ചറിവോടെ, പ്രാർത്ഥനയോടെ, ആരെയും ചൊല്ലാതെ, തിരിച്ചറിവോടെ തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, വിശുദ്ധിയിലൂടെ, നന്മയിലൂടെ, അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മൗനമായി സഹിച്ച് സമർപ്പണം നടത്തുന്നതിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നന്മയിൽ നമുക്ക് ജീവിക്കാം. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ, ഹല്ലേലൂയ, നിത്യപിതാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധ്യനായ കർത്താവേ, സർവശക്തനായ ദൈവമേ, ലോകം മുഴുവന്റെ അധികാരിയെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ കർത്താവിന് പരിപൂർണമായ മഹത്വം നമ്മൾ നൽകുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണം, പരമാധികാരം, ജീവിതത്തിൻ്റെ നിയന്ത്രണ അവകാശം, നിയന്ത്രാവകാശം സമ്പൂർണമായി
കർത്താവിന് മക്കൾ നൽകുമ്പം കർത്താവ് നമ്മളെ ഭരിക്കും. നമ്മളെ ബാധിച്ചിരിക്കുന്ന ഭിന്നതകളുടെ മതിലുകൾ കർത്താവ് തകർക്കും. വിഭാഗ്യതകളുടെ സ്വാധീനങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. കൂട്ടായ്മയിലേക്ക്, ദൈവകൃപയിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തും. നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ സമൂഹങ്ങളിൽ കൃപയുടെ സമാധാനത്തിന്റെ പുത്തൻ കാറ്റ് വീശാൻ കർത്താവ് ഇടവരുത്തും. ഇതാവിൽ നമ്മൾ ആഗ്രഹിക്കട്ടെ, കർത്താവിനെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചങ്ങലകൾ അഴിയും, തിന്മയുടെ കോട്ടകൾ തകരും, എല്ലാ വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളും ബന്ധനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകും. മക്കൾ ആഗ്രഹിച്ച് സ്തുതിച്ച ഈശോയെ, ഈശോ, വിശ്വാസത്തോടെ, ശക്തിയോടെ ഈശോയെ, ജീവൻ വ്യാപിക്കട്ടെ, ദൈവസാന്നിധ്യം വ്യാപിക്കട്ടെ, അന്ധകാരം വിട്ടുമാറട്ടെ, തിന്മയുടെ കോട്ടകൾ തകരട്ടെ, വിഭാഗ്യതയുടെ മതിലുകൾ തകരട്ടെ. കർത്താവേ, ഞങ്ങളെ ഭിന്നിപ്പിക്കുന്ന എല്ലാ അരുവികളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ കൃപ വ്യാപിക്കട്ടെ, വ്യാപിക്കട്ടെ. സാന്നിധ്യം, ശക്തി, 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 ശക്തി. ഈശോയെ, ഞങ്ങളുടെ മഹത്വം, സാന്നിധ്യം, ശക്തി, ശക്തി, ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫാത്തിമയില് മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്ക് ഈ നിമിഷങ്ങളിൽ ഏറ്റുചൊല്ലാൻ ആഗ്രഹിക്കാം. നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും ചെയ്തു പോയ എല്ലാ പാപഘടങ്ങൾക്കും മാപ്പ് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന മുഴുവൻ മഹത്വത്തിൽ ആരാധിക്കാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പിശാച് വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്ന സ്വാധീനങ്ങളുടെ കെട്ട് വിട്ടുമാറും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നിടത്ത് കർത്താവിൻ്റെ ഭരണം ഉണ്ടാകും. ഉരാക്കുടുക്കുകളിൽ നിന്ന് മക്കൾ മോചനം പ്രാപിക്കും. വിശ്വസിക്കണം ഇത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ നാളുകളായി എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറും. കർത്താവിന് മഹത്വം കൊടുക്കുക, കർത്താവിന് കുടുംബത്തിൽ മഹത്വം കൊടുക്കുക, കർത്താവിന് ഒന്നാമതായിട്ട് പ്രതിഷ്ഠിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നന്മയായി, എൻ്റെ ജീവിതത്തിന് മുഴുവൻ കാരണമായ കർത്താവിനെ ഉയർത്തുക. എല്ലാ മക്കളും ഒരിക്കൽ കൂടി വിളിച്ച ഈശോയെ, ജീവനോടെ വിളിക്കട്ടെ. ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ആവർത്തിച്ച് നമ്മോട് പറയുന്നത്, മക്കളെ പ്രാർത്ഥിക്കുക, മക്കളെ പരിഹാരം ചെയ്യുക, മക്കളെ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക. കർത്താവായ ഈശോ സ്വർഗം ലോകത്തെ ഓർത്ത്, ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ തിന്മയുടെ സ്വാധീനങ്ങളിൽ കുരുങ്ങി ലോകം നശിക്കുന്നതിനെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ വേദന നമ്മുടെ നിത്യജീവനാണ്. നമുക്ക് വേണ്ടിയാണ് സ്വർഗം കരയുന്നത്. നമ്മൾ സ്വർഗത്തിലായിരിക്കണം എന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹമാണ് സ്വർഗത്തിൻ്റെ കണ്ണുനീര്. നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി നമ്മളെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കണ്ണുനീര് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെ ഒരു ജീവിതക്രമം നമ്മൾ രൂപപ്പെടുത്താൻ. സ്വർഗം അഭിലഷിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും വിമോചനമാണ്, നിത്യരക്ഷയാണ്, നിത്യജീവനാണ്. അത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയെ, പരിത്യാഗത്തെ സ്നേഹിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടിയാണ് സ്വർഗം അഭിലഷിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയണം. എൻ്റെ ആത്മാവിനെ അഭിലഷിക്കുന്ന ദൈവം, എന്നെ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിഹാരം ചെയ്യാനുള്ള കൃപ കിട്ടാൻ ആഗ്രഹിച്ച് സ്തുതിച്ച ഈശോയെ, ഈശോയെ, ഈശോ, 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 ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധിക്കുന്ന മക്കള് ഈ സമയം, പ്രിയപ്പെട്ടവരെ, പരിഹാരത്തിൻ്റെ ഒരു മനസ്സോടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കൈവരിച്ച് പിടിക്കാൻ പറ്റുന്ന കൈവരിച്ച് പിടിച്ചുകൊണ്ട്, മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ മുട്ടുകുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, പരിഹാരത്തിൻ്റെ ഒരു മനസ്സോടെ ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഫാത്തിമ മാലാഖ പഠിപ്പിച്ച അപവേശ പ്രാർത്ഥന ഈ നിമിഷങ്ങളിൽ നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം.
എൻ്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് അങ്ങയെ വേണ്ടി, സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഈശോയ്ക്ക് അറിയാം. സ്നേഹത്തിൽ പൂർണ്ണത നമുക്ക് ഈശോയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം നമ്മളെല്ലാം മുറിവേറ്റവരാണ്. ആദത്തിൻ്റെ ജീവിതത്തിൽ വന്ന കുറവ് എന്നെ നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ പിശാചുമായി സഹകരിച്ച ആദ്യ മാതാപിതാക്കളുടെ ആ കുറവിൻ്റെ വീതം നമുക്കുണ്ട്. പക്ഷെ കർത്താവ് നമുക്കായി ഒരു പുതിയ ശരീരം, തൻ്റെ ശരീരം നമുക്കായി ജീവനായി നൽകിക്കൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് ജീവിക്കുന്നത്. കുരിശിൽ നമുക്കായി അവനൊരു പുതിയ ശരീരം ഒരുക്കി നൽകുകയായിരുന്നു. പാവനമായ, നിർമ്മലമായ, പാപമേശാത്ത ശരീരത്തിൻ്റെ കൃപയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, പാപപങ്കിലമായ, പാപത്തിലേക്ക് ചായ്വുള്ള ഈ ശരീരത്തിൽ നിന്നൊരു മോചനം ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ മഹിമയിൽ നമുക്ക് കർത്താവ് നൽകും. നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ അത് പ്രഖ്യാപിച്ചവരാണ്. പരിശുദ്ധ അമ്മ അത് ജീവിച്ച അമ്മയാണ്. സകല വിശുദ്ധരും പ്രിയപ്പെട്ടവരെ, അവർ നമ്മളെക്കാൾ പ്രയാസം അനുഭവിച്ചവരാണെന്ന് അവരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഒത്തിരി മുറിവ് അനുഭവങ്ങളിലൂടെ, സങ്കടപ്പാടുകളിലൂടെ, പ്രിയപ്പെട്ട തിരസ്കരണങ്ങളിലൂടെ, നമ്പരങ്ങളിലൂടെ, ഒഴിവാക്കലുകളിലൂടെ, പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ വിശുദ്ധർ, അവർ യേശു ക്രിസ്തു അവർ ജീവിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിനെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അവരതിനെ അതിജീവിച്ചെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജീവിക്കാൻ പറ്റാത്ത വിധം മരവിപ്പ് അനുഭവിക്കുന്ന മക്കളെ, കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞാൽ നമുക്കൊരു പുതുജീവന്റെ വലിയ സാധ്യത കർത്താവ് നൽകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും കർത്താവ് കൃപ തരും. അത് വിശ്വസിക്കണം. നമ്മൾ ഈ ആരാധനയിൽ വലിയൊരു വിടുതൽ, വിമോചനം കർത്താവ് നൽകും. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നമ്മൾ ഈ സമയം. ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾ തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. പൊറുക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത ജീവിത സങ്കടങ്ങളിലൂടെ, സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ കർത്താവിന്റെ ശരീരത്തിൽ ശക്തി സ്വീകരിക്കാൻ ആഗ്രഹിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, വിഭാഗിതകളെ, ഭിന്നതകൾ ഭരിക്കുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ശാന്തമായി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങനെ ഇടപെടൽ ആഗ്രഹിച്ച്, ഇടമഹത്വം ആഗ്രഹിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ, 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 ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി കുടുംബങ്ങളെ, സമൂഹങ്ങളെ യേശുവിന്റെ ശക്തിയുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരട്ടെ. മഹത്വം, 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 മഹത്വം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. ഹല 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 ഹല. ബന്ധന അഴിയട്ടെ, തിന്മയുടെ കോട്ടകൾ തകരട്ടെ, വിഭാഗിതയുടെ മതിലുകൾ തകരട്ടെ. കർത്താവിന്റെ നാമത്തിൽ സ്വാർത്ഥതയുടെ കോട്ടകളിൽ നിന്ന്, കർത്താവേ, മാത്സര്യത്തിന്റെ, ദാഷ്ട്യത്തിന്റെ സ്വാധീനങ്ങളിൽ മക്കൾ പുറത്തു വരട്ടെ. ദൈവശക്തി വ്യാപിക്കുന്നു.
കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, ഒന്നിച്ച് വിശ്വാസത്തോടെ ഉണർവാണ്. ബന്ധനമഴിയട്ടെ, വിശ്വാസത്തോടെ കെട്ടുകൾ പൊട്ടട്ടെ. കുടുംബങ്ങൾ യേശുനാമത്തിൽ, യേശുരക്തത്താൽ, സമൂഹങ്ങളിൽ സമാധാനത്തിന്റെ കൃപകൾ നിറയട്ടെ. കർത്താവിന്റെ മഹത്വത്താൽ കൂട്ടായ്മ വ്യാപിക്കാൻ, കൂട്ടായ്മയുടെ മഹത്വം നിറയാൻ ഈശോ യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുനാമത്തിൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ ഒറ്റ വിളി യേശുവേ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ ഈശോ നൽകുന്നൊരു വചനം. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ നിമിഷങ്ങളിൽ എസ്തഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവേ, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തിലേക്ക് വലിയ വലിയ ആക്രോശങ്ങളുടെ നടുവിൽ എസ്തഫാനോസിന് ശാന്തമായിട്ട് നിൽക്കാൻ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവമക്കളെ വീണ്ടും തന്നെ നശിപ്പിക്കുന്നവരെ, തന്നെ ഇല്ലാതാക്കുന്നവരെ, ഈ ഭൂമിയിൽ തനിക്ക് വലിയ ക്ലേശം തരുന്നവരെ വീണ്ടും സമർപ്പിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട രണ്ട് കാരണങ്ങളാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, എസ്തഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ ഈ മനുഷ്യരെ, സാഹചര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കണ്ണ് സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കിയപ്പം കർത്താവ് ഇത് കാണുന്നു എന്നുള്ള സത്യം, കർത്താവ് ഇവിടെ ഉണ്ടെന്നുള്ള സത്യം, കർത്താവ് എൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്, കർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ലെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പം ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും ആശീർവദിക്കാനും എസ്തഫാനോസിന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നും അത്ഭുതം സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്ന സ്വാധീനങ്ങളിലല്ല, സാഹചര്യങ്ങളിലല്ല, നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന ആ കാര്യങ്ങളിലേക്കല്ല. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഈശോയെ ഒന്ന് നോക്കാൻ, ദിവ്യകാഠിന്യത്തിലേക്ക് നോക്കാൻ. ഇപ്പോൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് സാധിച്ചാൽ കർത്താവിന്റെ നാമത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരെ ആശീർവദിക്കാനുള്ള കൃപ കിട്ടും. ആഗ്രഹിച്ചോണ്ട് സ്തുതിച്ചേ, ഈശോയെ, ഈശോയെ, ഈശോ, ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ കർത്താവേ, 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 ഞങ്ങൾക്കിടയിൽ കൂട്ടായ്മയുടെ അഭിഷേകം നൽകണമേ. കൂട്ടായ്മ, 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 സ്നേഹം, ക്ഷമ, കരുതൽ, കർത്താവേ, സമാധാനം കുടുംബങ്ങളിൽ, സഭയിൽ, ലോകത്തിൽ നിറയാൻ ഈശോയെ കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ. ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ ഈശോ. സ്വർഗം തുറന്നിടണമേ, ആത്മനയായ ചീടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനയായ ചീടണമേ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത്. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത്. സ്വർഗം തുറന്നിടണമേ, ആത്മനയായ ചീടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനയായ ചീടണമേ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത്. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത്. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഈ സമയത്ത്
ഈശോ ഒരു അനുഗ്രഹം മക്കൾക്ക് നൽകുന്നു. പ്രിയപ്പെട്ട നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഈ സമയം നമ്മൾ അനുഭവിക്കുന്ന പരസ്പരമുള്ള ബന്ധങ്ങളിലെ വിച്ഛേദങ്ങൾ, കുറവുകൾ, മുമ്പോട്ട് പോകാൻ പറ്റാത്തതുപോലെ നമ്മളെ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ അത് ഈശോയുടെ സന്നിധി സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സമർപ്പിക്കാൻ മക്കൾക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിള്ളലുകളെ അടയ്ക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. അന്ന് ഞാൻ ദാവീദിൻ്റെ കേടുപാടുകൾ വന്ന വീണുപോയ കൂടാരത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, പിഴവുകളെ പരിഹരിക്കാൻ ഒരൊറ്റ നിമിഷം മതി. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാനും പൊറുക്കാനും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് എസ്തഫാനോസ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഈശോയെ കണ്ടപ്പം ക്ഷമിക്കാൻ, ആശീർവദിക്കാൻ കൃപ കിട്ടിയതുപോലെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മൾ ഈ നിമിഷങ്ങളിൽ ഞാൻ ക്ഷമിക്കുന്നു. എൻ്റെ കർത്താവ് എന്നോട് എന്തുമാത്രം കരുണ കാട്ടിയതാ, എൻ്റെ എന്തുമാത്രം കുറവുകൾ ഇട്ടുകളഞ്ഞതാ. ഓരോ കുമ്പസാരക്കൂട്ടിൽ നിന്നും എൻ്റെ പാവം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പം എന്തുമാത്രം ആശ്വാസത്തോടെ ഞാൻ നടന്ന് വീണ്ടും സമാധാനത്തിൽ ജീവിച്ചതാ. അതെല്ലാം ഒന്ന് ഓർത്തേ. സ്വർഗത്തിൽ എന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നവൻ എന്നെ കരുണയോടെ നോക്കേണ്ടതുമല്ലേ. അതെല്ലാം ഒന്ന് ഓർത്തേ. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേദന തന്നവരെ സമർപ്പിക്കാൻ സാധിച്ചാൽ ഈ സമയം നീ ഒരു അത്ഭുതം കാണും. നിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് കർത്താവിന്റെ സമാധാനം വരും. അത് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിക്കുമ്പോൾ ഈശോയുടെ ആശീർവാദം നിങ്ങൾക്ക് ഒരു വിമോചനം നൽകും. പ്രിയപ്പെട്ടവരെ, മക്കൾ സ്തുതിക്കട്ടെ ഈശോയെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയാണ് മക്കളെ ആശീർവദിക്കുന്നത്. നമ്മുടെ വീടിനുള്ളിലേക്ക്, നമ്മുടെ സമൂഹത്തിനുള്ളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലെ, നമ്മുടെ മിനിസ്ട്രികളുടെ, നമ്മുടെ ജോലിയിടങ്ങളുടെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവിതങ്ങൾ, മക്കളുടെ കുടുംബ ജീവിതങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങൾ ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുകയാണ്. സമാധാനത്തിന്റെ ദൈവം മക്കളെ കരം തൊട്ട് കരം പിടിച്ചുയർത്തുന്ന സമയമാണിത്. എല്ലാ മക്കളും ഒരിക്കൽ കൂടി വിളിക്കട്ടെ ഈശോയെ. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്കുത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു